സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം പ്രഹസനം മാത്രം. ഇടത് യൂണിയൻ പ്രവർത്തകരും നേതാക്കളുടെ ഇഷ്ടക്കാരും ഉൾപ്പെട്ട ലിസ്റ്റിൽ നടപടിയെടുക്കുന്നതിൽ സർക്കാരിന് വിമുഖത. ഒന്നോ രണ്ടോ തദ്ദേശ മേഖലകളിൽ മാത്രം അന്വേഷണം നടത്തി വിവാദം ഒതുക്കി തീർക്കാനും വകുപ്പുകളുടെ ശ്രമം തുടരുകയാണ്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് അർഹരായവർക്ക് കിട്ടേണ്ടതാണ്. ഇതിൽ നിരവധി പേരാണ് അനർഹരായുള്ളത്. ആഡംബരക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാർത്ത നമ്മൾ അന്ന് പരിശോധിക്കുമ്പോഴും നമ്മൾ കൃത്യമായി ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. കാരണം ഇത്തരക്കാരെ കുറേ പേരെ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ ഇവർക്കെതിരെയുള്ള നടപടികൾ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരാശങ്കയുണ്ട്. ദേവിക വിനോദ്, അത്തരം നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം ഈ ആരൊക്കെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതിന്റെ ഇപ്പോൾ ഒരു ഏകദേശ കണക്ക്, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ കൃത്യമായ കണക്ക് സർക്കാരിനുണ്ട്. ഏതാണ്ട് 1458 പേരുടെ പട്ടിക സർക്കാരിന്റെ കയ്യിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് സർക്കാർ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. പ്രത്യേകിച്ച് ഇതിനുള്ളൊരു കാരണമായി എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ നടപടി സ്വീകരിക്കേണ്ട, പ്രത്യേകിച്ച് ഈ പെൻഷൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ പലരും അവർ CPM-ന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളുടെയൊക്കെയോ നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി കർശനമാക്കുന്നത് സർക്കാരിന് അത്ര താല്പര്യമുള്ള വിഷയമല്ല. പ്രത്യേകിച്ച് ഒന്ന്, ഈ പെൻഷൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവർ മിക്കവാറും ഏതെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഇടതുപക്ഷ സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. ഈ പെൻഷൻ തട്ടിപ്പിന് അവരെയൊക്കെ സഹായിച്ചവർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഈ പെൻഷൻ ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിയവരെല്ലാം അവരും ഇടതുപക്ഷ യൂണിയനുകളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുത്താൽ അത് സംഘടനാപരമായി തന്നെ അസോസിയേഷനുള്ളിൽ തന്നെ, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾക്കുള്ളിൽ തന്നെ CPM-ന്റെ അനുകൂല സംഘടനകൾക്കുള്ളിൽ തന്നെ അതൊരു പ്രതിഷേധത്തിനൊക്കെ കാരണമാകും. സർക്കാർ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന് വലിയ നിസ്സഹകരണമൊക്കെ നേരിടേണ്ടി വരുമെന്നുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് പോയാൽ ഈ ഓരോ കേസുകളിലും ഇവർക്ക് പെൻഷൻ എടുത്തു നൽകാൻ, അല്ലെങ്കിൽ ഈ പെൻഷൻ പദ്ധതിയിലേക്ക് ഇവരെ ഉൾപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു നൽകാൻ, ഇവർക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു നൽകിയവർ, ഇവർക്കെതിരെ എല്ലാ നടപടി സർക്കാർ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ നല്ലൊരു ഭാഗം ഇടത് സംഘടനാ പ്രവർത്തകർക്കൊക്കെ എതിരെ ഇത്തരം നടപടികളൊക്കെ സർക്കാർ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകണ്ട എന്നുള്ളതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഈ ചില തദ്ദേശ സ്വയംഭരണ മേഖലകളിലൊക്കെ ആ രീതിയിലൊക്കെ ഇപ്പോൾ ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളൊക്കെ പുറത്തു വരുന്ന മേഖലകളുണ്ട്. അവിടങ്ങൾ കേന്ദ്രീകരിച്ച് വിജിലൻസ് അന്വേഷണം അടക്കമുള്ള നടപടിക്രമങ്ങൾ കാട്ടി ഒരു കണ്ണിൽ പൊടിയിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് സർക്കാർ നോക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ക്രമക്കേടുകൾ നടത്തിയവർക്കും ഈ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നവർക്കുമെതിരെ കാര്യക്ഷമമായ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നതിലേക്ക് പോകില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ഉദ്യോഗസ്ഥരെയും കണ്ടെത്തി അവർ നടത്തിയിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയിട്ട് വ്യാജരേഖയൊക്കെ ചമച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതിലേക്ക് സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചു പോയാൽ ഈ പല ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പുറത്താക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർ ചെയ്തതൊരു ചെറിയ തട്ടിപ്പല്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ദുർബല വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട അവർക്കർഹമായിട്ടുള്ള വളരെ തുച്ഛമായ പൈസയാണെങ്കിലും ശരി, അവർക്ക് ഗുണകരമാകേണ്ട ഒരു പദ്ധതി, അതിൽ കൈയിട്ട് വാരാൻ ശ്രമിച്ചവർ, ഈ പറയുന്ന രീതിയിൽ മാസശമ്പളം 10,000 മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന, സർക്കാർ തലത്തിൽ എല്ലാ പ്രിവിലേജുകളും ലഭിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ അത്തരമൊരു നടപടി സ്വീകരിക്കുമ്പോൾ അവർക്കെതിരെ മാതൃകാപരമായ നടപടി, അത് എത്രത്തോളം ഉദ്യോഗസ്ഥർ ആ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അത്രയായിരിക്കും ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി എടുക്കേണ്ടതുണ്ട്. നാട്ടിലെ നിയമ വ്യവസ്ഥയൊക്കെ പാലിച്ച് അത്തരം നടപടികൾക്ക് സർക്കാർ മുതിരാതെ ഇതിൽ ഈ പ്രവൃത്തിയിൽ പങ്കെടുത്തവരെ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലൊരു തട്ടിപ്പിൽ ഭാഗവാക്കായവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് സർക്കാർ പോകുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു നടപടിയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഗുരുതര കുറ്റകൃത്യങ്ങൾ ചുമത്തേണ്ടതിന് പകരം കൂടിപ്പോയാൽ ചില മേഖലകളിൽ ഒരു വിജിലൻസ് പരിശോധന, ഒരു വിജിലൻസ് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ കുറെ കാലം അടയിരിക്കൽ, പിന്നീട് അടുത്ത സർക്കാർ വരുമ്പോഴത്തേക്കും ആ റിപ്പോർട്ട് മറന്നുപോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ കാര്യക്ഷമമായ ഒരു നടപടിയും ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാക്കുന്ന വിവരം. അതെ, അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട്. പ്രസാദ് നെന്മാറ പറയുന്നു, BMW കാറും 2 വീടും ഒക്കെ ഉള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത്. ആർക്ക വൈകുണ്ഠം പറയുന്നു 4678 കോടി രൂപ പെൻഷൻ ഫണ്ട് കാണാൻ പോലുമില്ല എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പാണ് ഭരണതലത്തിലുള്ള യൂണിയൻ്റെയൊക്കെ പിന്തുണയോടെ നടക്കുന്നത്, അല്ലേ? നമുക്ക് ആ വാർത്തകളാണ് പ്രജിത്ത് ഇപ്പോൾ നൽകിയത്.